പ്രിയപ്പെട്ടവരെ, ക്രിസ്തുമസിന് നാം അടുത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുമസിന് നമുക്ക് വേണ്ടത് യേശു ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് കാണുവാൻ, അനുഭവിക്കുവാൻ, സ്വീകരിക്കുവാൻ, ആ യേശുവിനെ പകർന്നു കൊടുക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇന്ന് നാം ധ്യാനിക്കുന്നത് ആട്ടിടയന്മാർക്ക് എങ്ങനെ യേശുവിനെ കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതാണ്. ലൂക്കായുടെ സുവിശേഷത്തിലെ 2-ാമത്തെ അധ്യായത്തിൽ ദൂതന്മാർ ആട്ടിടയന്മാരോട് വലിയ സന്ദേശം പറയുന്ന നാം കേൾക്കുന്നുണ്ട്. 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഇതാ വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. ഈ സദ്വാർത്ത കേട്ടപ്പോൾ 14-ാമത്തെ അധ്യായത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയെ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞു കേട്ടപ്പോൾ, മാലാഖമാരുടെ സന്ദേശം കേട്ടപ്പോൾ ആട്ടിടയന്മാർ അവർ പരസ്പരം പറഞ്ഞു, നമുക്ക് ദൈവം കാണിച്ചു തന്നത്, മാലാഖമാർ പറഞ്ഞത് നമുക്ക് പോയി കാണാമെന്ന്. ഒന്നാമത്തെ നമ്മുടെ മനോഭാവം, ദൈവം പറയുന്ന കാര്യങ്ങൾ, ദൈവദൂതന്മാരിൽ നമ്മൾ പറയുന്ന കാര്യം, അവർ പറയുന്ന കാര്യങ്ങൾ അത് സ്വീകരിക്കാൻ, കാണാനുള്ള ആഗ്രഹമുണ്ടാകണം. ആട്ടിടയന്മാർ ചെയ്തത് എന്താണ്? അവർ അതിവേഗം പോയി തീക്ഷ്ണതയോടെ യേശുവിനെ കാണാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് ഉണ്ടായ തിടുക്കം പോലെ നമുക്കും അതിവേഗം പോകാൻ സാധിക്കണം. അവർ ചെന്നു കഴിഞ്ഞപ്പോൾ അവർ ഇതാ കാലിത്തൊഴുത്തിൽ പുൽക്കൂട്ടിൽ കിടത്തിയിരിക്കുന്ന ഉണ്ണിയെ, അവരോടൊപ്പമുള്ള ഈ മറിയത്തെ യൗസേപ്പ് പിതാവിനെ കാണുകയുണ്ടായി. ലോകത്തിന്റെ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചല്ല ഈ ആട്ടിടയന്മാർ പോയത്. അവർക്ക് ദൈവത്തിന്റെ ദൂതന്മാരുടെ അരുളപ്പാടോട് അതിനനുസരിച്ചാണ് അവർ പോയത്. ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് പോയാൽ, ദൈവഹിതം അനുസരിച്ച് പോയാൽ തീർച്ചയായും നമുക്ക് രക്ഷകനെ കാണാനാവും. ഈ ക്രിസ്മസിന് നമുക്ക് രക്ഷകനെ കാണാനാവും. നമ്മുടെ ഹൃദയമാവുന്ന പുൽക്കൊട്ടിൽ യേശുവിനെ കണ്ടെത്താനാകുമോ? ആ യേശുവിനെ നമുക്ക് സ്വീകരിക്കാനാവുമോ? കണ്ടു കഴിഞ്ഞാലുള്ള സന്തോഷം നമുക്ക് അനുഭവിക്കാനാവുമോ? ആട്ടിടയന്മാർ ചെയ്തത് തങ്ങൾ കണ്ട രക്ഷകനെ കുറിച്ച് ഉടനെ പോയി മറ്റുള്ള എല്ലാവരോടും പറഞ്ഞു. നമ്മുടെയും ഉത്തരവാദിത്വമാണ് രക്ഷകനെ കണ്ടെത്തിയാൽ ആ രക്ഷകനെ സ്വീകരിക്കുകയും ആ രക്ഷകനെ നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യണം. അതുകൊണ്ടാണ് ജൂബിലി വർഷത്തിൽ പ്രത്യാശയുടെ തീർത്ഥാടകരാകണമെങ്കിൽ നമുക്ക് പ്രത്യാശയുടെ ഉറവിടമായ ദൈവത്തെക്കുറിച്ച്, യേശുവിനെക്കുറിച്ച്, രക്ഷകനെക്കുറിച്ച് ലോകത്തിന്റെ മുമ്പിൽ മറ്റുള്ളവരോട് അറിയിക്കുമ്പോഴാണ് ലിയോ മാർപ്പാപ്പ പറഞ്ഞതുപോലെ നമ്മൾ പ്രത്യാശയുടെ മിഷണറിമാരാകുന്നത്, പ്രത്യാശയുടെ തീർത്ഥാടകരാകുന്നത്. ഈ ക്രിസ്മസ് വേളയിൽ നമുക്കും ആട്ടിടയന്മാരെ പോലെ അതിവേഗം യേശു ക്രിസ്തുവിന്റെ പുൽക്കൂട്ടിലേക്ക് പോകാം. ആ യേശു ക്രിസ്തുവിനെ നമുക്ക് മറിയത്തോടെ യൗസേപ്പിനോടുകൂടെ ആരാധിക്കാം. ആ യേശു ക്രിസ്തുവിനെ നമുക്ക് സ്വീകരിക്കാം. ആ യേശു ക്രിസ്തുവിനെ, രക്ഷകനെ നമുക്ക് ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കാം. ആ യേശു ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ട് പ്രത്യാശയുടെ മിഷണറിമാരായി നമുക്ക് ജീവിക്കാം. ഉണ്ണീശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.